ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഡോനട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഡോനട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഇളം ചൂടുള്ള 1/2 കപ്പ് പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കേണ്ടി വരും. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായിട്ട് പഞ്ചസാര കലങ്ങുന്നത് വരെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അത് കലങ്ങി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് 2 കപ്പ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടറും കൂടെ ചേർത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കുക. ഞാൻ ബൊമ്പുലിനി ചെയ്ത വീഡിയോ സെയിം മെത്തേഡാണ് കേട്ടോ അതിൻ്റെ ബന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ അത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് എയർടൈറ്റായിട്ട് അടച്ചു വെക്കണം. 1 മണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് റൈസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ നീഡ് ചെയ്തെടുത്തിട്ട് അത് കുറച്ച് വണ്ണത്തിൽ പരത്തിയെടുക്കണം. ഇതിപ്പം 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് പരത്തിയെടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വെച്ചിട്ട് പരത്തിയിട്ട് പിന്നെ കട്ട് ചെയ്യുമ്പം കുറേ എണ്ണം ഒന്ന് തന്നെ എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജാറിൻ്റെ അടപ്പില്ലേ അത് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ മിഡിലിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെപ്സി കുപ്പിൻ്റെ അടുപ്പില്ലേ അതെടുത്താൽ മതി. മിഡിലിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചാൽ അത് ആ ഹോളൊന്ന് വലുതായി കിട്ടും. എന്നിട്ട് അത് സൈഡ്സ് ഒക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലിടുക. നമ്മൾ ഈ ഡോനട്ട് അതിലിടുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളൊക്കെ വേവാൻ വേണ്ടി കുറച്ച് നേരം വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഫുൾ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് സിറപ്പോ വൈറ്റ് ചോക്ലേറ്റോ ഈവൻ പൗഡർഡ് ഷുഗർ വേണമെങ്കിൽ അത് മാത്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഇതിൽ ഞാൻ ചോക്ലേറ്റിൽ മുക്കിയതിന് ശേഷം കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ഒരിത്തിരി, അത് മോൻ്റെ പണിയാണ്, പൗഡർഡ് ഷുഗറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടാവും കാണാനെന്നും പറഞ്ഞിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പം അതും കൂടെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.